ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളൊക്കെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ്. നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകണമെങ്കിൽ നമ്മൾ ചില തിരിച്ചറിവുകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ തിരുവചന സന്ദേശത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 47-ാം സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം തന്നെ ആരാധിക്കുന്നവർ ചില തിരിച്ചറിവുകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് നമ്മൾ നമ്മുടെ ആരാധനയിൽ ഉണ്ടാകേണ്ടുന്ന 2 തിരിച്ചറിവുകൾ 47-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അതിൽ ഒന്ന്, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. രണ്ടാമത്തേത്, അവിടുത്തെ മഹത്വത്തെയും അവിടുത്തെ തേജസ്സിനെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമെന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഒരു ചാതുര്യ കീർത്തനം പാടുക, അതായത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സർവ്വഭൂമിക്കും അവിടുന്ന് രാജാവാണ്, മഹാരാജാവാണ്. ആ മഹാരാജാവായ ദൈവത്തിൻ്റെ വലിപ്പത്തെ കണ്ട് അദ്ദേഹത്തെ ആ തേജസ്സിനെ മഹത്വത്തെ കണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പ്രവാചകനായ മലാക്കിയുടെ പുസ്തകത്തിൽ ദൈവം തന്നെ ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്, ഞാൻ മഹാരാജാവാണ്. അത് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, നല്ലതുണ്ടായിട്ട് ഒരു നല്ല ആട് ദൈവത്തിന് നല്ല ആട് കൂട്ടത്തിലുണ്ടായിട്ട് അതിനെ കൊടുക്കാതെ മാറ്റിവെച്ച് ഊനമുള്ളതിനെ ഒന്നിനും കൊള്ളാത്തതിനെ ദൈവത്തിന് കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ആളുകളുടെ മനോഭാവവും ചിന്താഗതികളും മാറിയപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേദനപ്പെട്ടുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ മഹാരാജാവാണ്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് സമയങ്ങളെ ദൈവസന്നിധിയിൽ ഇരുന്നുള്ളതെങ്കിലും നമ്മൾ ഇരുന്നു എന്നുള്ളതല്ല. ഇരിക്കുന്ന സമയങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയങ്ങൾ, നമ്മൾ ചില തിരിച്ചറിവുകളിൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെയൊക്കെ ദൈവത്തെ സ്തുതിക്കണം എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇവിടെ നമ്മൾ കാണുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുക, ആർക്കുക. അടുത്തത് ദൈവത്തിന് സ്തുതി പാടുക എന്നൊക്കെയുള്ള. അപ്പം നമ്മൾ ആ സങ്കീർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പം നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം. ഈ ആരാധന എന്ന് പറയുന്നത് ഒരു ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ ചില വീഡിയോകളിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിലേക്കൊന്ന് പോകാം. അപ്പം ഇവിടെ സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അത്യുന്നതനായ ദൈവം ഭയങ്കരനാണ്. ഈ പഴയ നിയമ ഭക്തന്മാരൊക്കെ അവരുടെ അന്നത്തെ കാലത്തെ സാഹചര്യങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള ആത്മപ്രേരിതരായി പാട്ടുകൾ പാടുമ്പോൾ ശരിക്കും പലതും പ്രവാചക ശബ്ദങ്ങളായിരുന്നു. അതായത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട്, സകല ജാതികളും നമ്മുടെ കീഴിലും വംശങ്ങളെ കാൽ കീഴിലുമാക്കുന്നു, നമ്മുടെ അവകാശത്തെ നമുക്ക് തിരഞ്ഞെടുത്തു തന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ആ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ആ ഒരു പശ്ചാത്തലം ഈ പറയുന്ന ആക്ഷരികമായി ഈ ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുമോ എന്നറിയില്ല. പക്ഷേ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സകല ജാതികളും അവിടുത്തെ കാൽ കീഴിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ, പുതിയ നിയമത്തിലെ ഒരാശയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സഭ എന്ന് പറയുന്ന ആ ഒരാശയം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ അകത്ത് ഒളിഞ്ഞിരുന്നൊരു മർമ്മമായിരുന്നു സഭ എന്ന് പറയുന്നത്. സത്യത്തിൽ യഹൂദന്മാർക്ക് അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഇസ്രായേലിനിൽ മാത്രമായി ഒതുങ്ങി നിന്നപ്പോൾ
യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ക്രൂശ് മരണത്തിന് ശേഷം സകല ജാതികൾക്കും ഒരു മനുഷ്യൻ്റെ മതമോ ജാതിയോ അവൻ്റെ വർണ്ണമോ അവൻ്റെ വർഗമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തെ അംഗീകരിക്കുന്ന എല്ലാവർക്കും സൗജന്യമായിട്ടാണ് രക്ഷ നൽകുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയെന്ന് പറയുന്ന മർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ജാതികൾ ക്രിസ്തുവേശുവിൽ സുവിശേഷത്താൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ ഏകശരീരസ്ഥർ, കൂട്ടവകാശികൾ, വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീരണം. അപ്പം സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പം യഹൂദനും യവനനും ജാതീയനും അല്ലെങ്കിൽ യഹൂദനും ജാതീയനും എന്ന് പറയുന്ന 2 വേർതിരിവുകൾ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലും യഹൂദനായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയും മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ ഇരുന്ന് കാണുന്നവർക്ക് അവരുടെ ലാംഗ്വേജുകളിൽ കാണാനായിട്ടുള്ള സെറ്റിങ്സുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഏത് പരമ്പരാഗതമായ കുടുംബങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് യഹൂദനല്ലാത്തവരെല്ലാം ജാതികളാണ്. പക്ഷെ നമ്മളും ഈ യേശു കർത്താവിലൂടെയുള്ള ദിവ്യമായ കൃപയെയും രക്ഷയെയും അനുഭവിക്കുവാൻ നമുക്കെല്ലാം ഭാഗ്യം കിട്ടി. പല സമയത്തും നമ്മളിത് അന്വേഷിച്ചതല്ല, നമ്മളെ തേടി ഈ ദൈവിക സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം നമ്മളെ തേടിയെത്തിയതാണ്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെല്ലാം കണ്ടതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെയൊക്കെ ഇന്നും ആയുസ്സോടും ആരോഗ്യത്തോടും ഈ ദൈവകൃപയെ അനുഭവിച്ചുകൊണ്ട് അവിടുന്ന് നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ അത്ഭുതമാണ്. അതായത് അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനിൽ നിങ്ങൾ അവകാശം പ്രാപിച്ചു. വിശുദ്ധന്മാരുടെ അവകാശം എന്ന് പറയുന്നൊരു പ്രത്യേക ടേം തന്നെ ഈ പോളൈൻ തിയോളജിയിൽ, അതായത് പൗലോസിൻ്റെ ദൈവശാസ്ത്ര ഒരു രചനകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. വിശുദ്ധന്മാരുടെ അവകാശം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയൊക്കെയുള്ളവർ പ്രസംഗിക്കുമ്പോൾ ദൈവിക വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലും ഈ സങ്കീർത്തനക്കാരൻ ആത്മീക വെളിപ്പാടിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമേ, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു. 8-ാമത്തെ വാക്യമാണ്. ദൈവം തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്യും. ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും വിശുദ്ധരായി നിലകൊള്ളുക. നമ്മുടെ വാക്കുകളും പ്രവർത്തികളും എല്ലാം ആ ഒരു ദൈവിക വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് എത്തണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വളരെ വേഗം മുമ്പോട്ട് പോകാം. എന്താണ് സത്യത്തിലുള്ള ഈ ഒരു അവകാശം എന്ന് പറയുന്നത്? നിത്യജീവൻ്റെ അവകാശമാണ്. വിശുദ്ധന്മാരുടെ അവകാശം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലെ അവകാശവും നിത്യജീവൻ്റെ അവകാശവുമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റൈറ്റാണ്, ഒരു അവകാശമാണ്, ഇൻഹെറിറ്റൻസ് ആണ്. അതായത് ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊണ്ട് തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവിക രക്ഷ അനുഭവിക്കുന്നതോടുകൂടി പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ആ വ്യക്തിയുടെ ഉള്ളിൽ പകർന്ന് അവനെ ദൈവരാജ്യത്തിന് അവകാശിയാക്കി ദൈവം തീർക്കുകയാണ്. ഈ ലോകത്തിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, വരുവാൻ പോകുന്ന ആ നിത്യതയിലും നമുക്കൊക്കെ ഒരു അവകാശമുണ്ട്. അതാണ് വിശുദ്ധന്മാരുടെ അവകാശം എന്ന് പറയുന്നത്. നിത്യജീവനാണത്, നിത്യമായ രക്ഷയാണ്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ അനുഭവിക്കുവാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അനുഭവിപ്പാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകി തരട്ടെ. അതുകൊണ്ടാണ് വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാകുന്നവർക്ക് വിശ്വാസത്താൽ അതൊക്കെ കൈവരുന്നു എന്നൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുമ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുക. അതാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്. ഈ ഒരു തിരിച്ചറിവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഞാൻ സാധാരണ പറയുന്നത് പോലെ വീട് കിട്ടിയതിനും വണ്ടി കിട്ടിയതിനും മക്കളെ കിട്ടിയതിനും മാത്രമല്ല, ഈ രക്ഷയെ അനുഭവിക്കുവാൻ കഴിഞ്ഞതിന് നമ്മൾ നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ ഒന്ന് ദൈവ സാന്നിധ്യമാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. മറ്റൊന്നിനെയും നിങ്ങൾ വില കൊടുക്കണം. പണം ഒരുപക്ഷെ ഇന്ന് വരും, നാളെ പോകും. രോഗം ചിലപ്പോൾ ഉണ്ടാകാം, നാളെ ദൈവം സൗഖ്യം തരും. പലതും
ജീവിതത്തിൽ ഒത്തിരി ഈ പറഞ്ഞതുപോലെയുള്ള അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ യേശു കർത്താവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ ദൈവികമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിലും ആ ഒരു വിശുദ്ധിയുടെ പ്രമാണത്തിലും നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, എത്ര പ്രതിസന്ധികൾ, എന്ത് പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉയർന്നു വന്നാലും വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്, മാറാത്ത ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അത് നന്നായിട്ട് നമ്മളൊന്ന് തിരിച്ചറിയുക. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു, താൻ സ്നേഹിച്ച യാക്കോബിൻ്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. സത്യത്തിൽ ഇത് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്ന ഒരു കാലഘട്ടം. 1000 സംവത്സരങ്ങളിൽ 1000 സംവത്സരം ദൈവം കർത്താവ് ഈ ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ട് ഭരിക്കുമെന്നുള്ള യെശയ്യാ പ്രവാചകനെ പോലെയുള്ള വലിയ പ്രവാചകന്മാർ, അല്ലെങ്കിൽ ആ പ്രവാചക ശ്രേഷ്ഠന്മാർ പ്രവചിച്ച, അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ മഹത്വത്തിൻ്റെ നാളുകൾ, ആ മഹത്വത്തിൻ്റെ ദിനങ്ങൾ, ആ ദിനങ്ങളെ ആത്മാവിൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇത് പറയുന്നതെങ്കിലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് രക്ഷയുടെ സന്തോഷം നമുക്ക് കിട്ടി, ഈ ദൈവരാജ്യത്തിൻ്റെ അകത്ത് നമ്മളായി തീർന്നു എന്നുള്ളതാണ്. അപ്പം അത്രയും ഭാഗങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ആരെങ്കിലും ഈ ഒരു രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്തവരായി, ദൈവ കൽപ്പനകൾ അനുസരിക്കാത്തവരായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗം ആ കൽപ്പനകളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പം ഈ സങ്കീർത്തനത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ 6 വരെയുള്ള 6 മുതൽ ഇതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, അവിടുന്ന് സർവഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. പ്രിയപ്പെട്ടവരെ, ഈ സത്യത്തിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാവെടുത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു ദൈവപൈതലിൻ്റെ അനുഗ്രഹവും അവൻ്റെ വിടുതലുകളും എല്ലാം ഇരിക്കുന്നത് അവൻ്റെ നാവിലാണ്. അതുകൊണ്ടാണ് ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് ദൈവം. സങ്കീർത്തനങ്ങളിലെല്ലാം ആവർത്തിച്ച് ഇങ്ങനെയൊരു ആഹ്വാനം നമുക്ക് കാണാനായിട്ട് പറ്റും. സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ. അവിടുന്ന് സർവ ഭൂമിക്കും രാജാവാകുന്ന ദൈവമാണ്. ഈ നമ്മുടെയൊക്കെ ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ മാറുന്ന എപ്പോഴാണെന്നറിയാം. നമ്മൾ ഈ നമ്മുടെ സംസ്ഥാനങ്ങളുടെ അതിരുകളും ഭാഷകളുടെ അതിരുകളുമൊക്കെ വിട്ട് നമ്മൾ യാത്ര ചെയ്യുക. നമ്മൾ ഈ ചന്ദ്രനിൽ പോയാലും ഒരു മലയാളിയെ കാണാമെന്ന് പറഞ്ഞതുപോലെ, ലോകത്തിലെ ഏത് കോണി നമ്മൾ പോയാലും അവിടെ ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ കേരളം വിട്ട് പല സ്ഥലങ്ങളിലും ശുശ്രൂഷകൾക്ക് വേണ്ടി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയതോടുകൂടിയാണ് നമ്മുടെ സങ്കുചിതമായ ഒരുപാട് മനോഭാവങ്ങൾക്ക് മാറ്റം ഉണ്ടായത്. നമ്മൾ ഈ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ആസമിലും ബീഹാറിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്നത്, ഏറ്റവും കൂടുതൽ ദൈവത്തെ സേവിക്കുന്നത്. പക്ഷെ ഒന്നുമല്ല. അതിനെല്ലാം അപ്പുറത്ത് ഒരുപാട് വില കൊടുത്ത് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി അവരൊന്നും അതിൽ ദുഃഖിതരല്ല. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ പിറുപിറുപ്പും അവരുടെ അമർഷവുമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ അതിന് പുറത്തേക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർ സന്തോഷവാന്മാരാണ്. അവർക്ക് ഈ പറയുന്നൊന്നുമില്ല. ചിലർക്കൊന്നും നല്ല വീടുകളില്ല, നല്ല സൗകര്യങ്ങളില്ല. പിന്നെ അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് ലോകത്തിൽ അവർക്ക് പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വലിയൊരു ആത്മീക സന്തോഷമുണ്ട്. അത് രക്ഷയുടെ സന്തോഷമാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത് അവിടുന്ന് സർവ്വഭൂമിക്കും രാജാവ്. ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും ദൈവരാജ്യത്തിനുള്ളിലെ അംഗങ്ങളെ, ഒരു ദൈവത്തിന് സ്തോത്രം, രക്ഷിക്കപ്പെട്ട ദൈവകൃപ അനുഭവിക്കുന്ന, ആത്മാവിലെ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനെയൊക്കെ ഇല്ലാതാക്കാനും ഇതിനെയൊക്കെ തകർക്കാനും ഒക്കെ ഒരുപാട് പേര് ശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ, ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തീച്ചൂളയിലൂടെ കടന്നു വന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തെ ഇല്ലാതാക്കുവാൻ രാജാക്കന്മാർ, ഭരണാധികാരികൾ, മത നേതാക്കന്മാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരൻ വായിക്കുന്നതിനെ തടഞ്ഞിട്ടുണ്ട്. സാധാരണക്കാർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുന്നതിന് ഒരുപാട് പ്രതിസന്ധികൾ, പിശാച്, വലിയ കൊടുങ്കാറ്റുകൾ ഇതിന് നേരെ അഴിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും ആ കാറ്റുകളെല്ലാം ശാന്തമാക്കി ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പുസ്തകമായി, ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമായി, ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത്, ഏറ്റവും അധികം കേൾക്കുന്നത്, ഏറ്റവും അധികം ആളുകൾ ദൈവിക സമാധാനം അനുഭവിക്കുന്ന, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ, പകരം വയ്ക്കാനില്ലാത്ത ഒരു പുസ്തകമായി ഇന്നും ഈ പുസ്തകം നിലകൊള്ളുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഗൗരവമായ സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവം അവിടുന്ന് സർവ്വഭൂമിക്കും അവിടുന്ന് രാജാവ് ആകുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഒരു ചാതുര്യ കീർത്തനം പാടുക. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, പ്രിയപ്പെട്ടവരെ, എല്ലാം ദൈവവചനത്തിൻ്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്രകാരം നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാതികളെ അവിടുന്ന് ഭരിക്കുന്നു, രാജാക്കന്മാരെ തൻ്റെ കാൽ കീഴിൽ ഇരിക്കുന്നു ഒക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഇന്നത്തെ സംഭവങ്ങൾ, ലോക സംഭവങ്ങൾ ഒക്കെ അവലോകനം ചെയ്ത് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, യേശു കർത്താവിൻ്റെ വരവ് സമാഗതമാണ്. അതായത് ഏറ്റവും അരികിലാണ്. അത് ഏത് സമയത്തും അത് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ മുന്നിൽ കാണുമ്പോൾ എഴുതിയിരിക്കുന്നത്, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ സിംഹാസനം വിശുദ്ധമായ സിംഹാസനമാണ്, ഇല്ലേ? നമ്മൾ ഇന്ത്യയുടെയും മറ്റ് രാജാക്കന്മാരുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്തോ ഒരു വിലയേറിയ രത്നങ്ങളൊക്കെ പതിച്ച സിംഹാസനങ്ങളിലാണ് രാജാക്കന്മാരൊക്കെ ഇരുന്ന് വാണതില്ലേ? പക്ഷെ ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ സിംഹാസനം വിശുദ്ധമാണ്. ദൈവം തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയും ജീവിച്ചു പോവുക എന്നുള്ളതല്ല, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുക. എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നാവുകൾ അശ്ലീല ചുവയുള്ള കാര്യങ്ങൾ സംസാരിക്കാതെ, ദ്വന്ദ്വാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ, നിർമ്മലതയോടും വിശുദ്ധിയോടും നമ്മുടെ കണ്ണുകളും നമ്മുടെ ഹൃദയങ്ങളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളുമൊക്കെ വിശുദ്ധമായി തീരാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അടുത്തത് ഏറ്റവും ഒടുവിൽ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതൻ ആയിരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. സത്യത്തിൽ ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് ലഭ്യമാകുന്നു എന്നാണ് ഗലാത്യ ലേഖനവും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഈ അബ്രഹാമിയ അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. എങ്ങനെയാണ്? ഈ ഗലാത്യ ലേഖനത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ആത്മീയ അർത്ഥത്തിൽ വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. അതായത് ഇന്ന് ആക്ഷരികമായി കാണുന്ന യഹൂദനെ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പോഴും, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കുമൊക്കെ അവകാശപ്പെട്ടത് അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ അനേകർക്കൊരു അനുഗ്രഹമായി മാറുമെന്നൊക്കെ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്തായിരുന്നു? അബ്രഹാമിൻ്റെ അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമാണോ? അല്ല. ചിലർ പറയുന്നത് അബ്രഹാം ദരിദ്രനായിരുന്നു, അബ്രഹാം ദൈവത്തെ അറിഞ്ഞതോടുകൂടി ആടുമാടുകളെ ദൈവം കൊടുത്തു, പിന്നെ സമ്പത്ത് കൊടുത്തു, ദാസന്മാരെയും
മറ്റുള്ളതുമൊക്കെ ദൈവം കൊടുത്തു. പക്ഷേ ദൈവവചനം പഠിച്ചപ്പം നമുക്കത് പിന്നീട് ചിന്തിക്കാം വിശദമായിട്ട്. എനിക്കൊരു കാര്യം മനസ്സിലായത്, അബ്രഹാം ദൈവം വിളിക്കുന്നതിന് മുന്നേ അദ്ദേഹം സമ്പന്നനായിരുന്നു. അതെ, അബ്രഹാമും തൻ്റെ ആളുകളുമെല്ലാം വിട്ടുവരുമ്പോൾ അബ്രഹാമിന് അന്ന് മാടുമാടുകളുണ്ടായിരുന്നു, അബ്രഹാമിന് ദാസിദാസന്മാരുണ്ടായിരുന്നു. അതായത് ദൈവത്തിങ്കലേക്ക് വന്നപ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് കുറച്ച് വർധനമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അബ്രഹാമിനെ ഒന്നുമില്ലാത്തടത്തു നിന്ന് ദൈവം ഉയർത്തിയൊന്നൊന്നുമല്ല. വാസ്തവത്തിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്തായിരുന്നു? അബ്രഹാമിന് കൊടുത്തത് 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന്, ഞാൻ നിനക്ക് ഒരു വാഗ്ദത്ത സന്തതിയെ തരും. 2, ഞാൻ നിനക്കൊരു വാഗ്ദത്ത ദേശം തരും. വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്, വാഗ്ദത്ത ദേശം കനാൻ നാടായി. പക്ഷേ ആത്മീക അർത്ഥത്തിലേക്ക് വരുമ്പോഴെന്താ, ആ കനാൻ നാട്ടിലേക്ക് വന്നിട്ടും എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മക്കളായ ഇസഹാക്കിനോടും ഒക്കെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായുള്ളതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അതായത് അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? അപ്പോൾ ഭൂമിയിലെ കനാൻ ദേശം എന്ന് പറയുന്ന ആ ദേശത്തിൽ വന്നു പാർത്തെങ്കിലും ടെൻറ്റിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവം ശില്പിയായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ എന്താ വാസ്തവത്തിൽ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? എന്താ? വസ്തുവോ വീടോ ഒന്നുമല്ല. അതൊക്കെ ദൈവം തരാനുള്ള സമയത്ത് തരും. ദൈവം അതെല്ലാം തരും. നമ്മുടെ ശാപങ്ങളെയും നമ്മുടെ ബന്ധനങ്ങളെയും എല്ലാം അഴിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം തത്സമയത്ത് ദൈവം നിവർത്തിക്കും. ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം മാന്യമായ നിലയിൽ നമുക്ക് അവിടുന്ന് തരും. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇളകുന്ന ലോകമാണ്. ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കത് കണ്ണു തുറന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിനപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു നിത്യതയുടെ ദേശമുണ്ട്. ആ ദേശം അബ്രഹാമിൻ്റെ സന്തതികളാരായിരുന്നു? വിശ്വാസികളാണ്. നമ്മൾ ഓരോരുത്തരും അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സക്കായിയുടെ ഭവനത്തിലേക്ക് കർത്താവ് വന്നപ്പോഴും എപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് താൻ വന്നോ, ക്രമീകരിക്കേണ്ടതെല്ലാം ക്രമീകരിച്ചോ, സാമ്പത്തികമായ മേഖലകളിൽ അനധികൃതമായി സമ്പാദിച്ചതെല്ലാം വിട്ടുകളയാമെന്ന് തീരുമാനിച്ചപ്പോൾ പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. എന്താണ് അർത്ഥം? പ്രിയപ്പെട്ടവരെ, നമ്മൾ പേരിൽ ക്രിസ്ത്യാനികളായിട്ടല്ല, നാമധേയ ക്രിസ്ത്യാനികളായിട്ടുമല്ല, ഏതെങ്കിലുമൊക്കെ സംഘടനകളിലും രജിസ്റ്ററുകളിലുമൊക്കെ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ആത്മീകമായ അനുഗ്രഹം നമ്മൾക്ക് പ്രാപിക്കാനായിട്ട് പറ്റുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ അവിടുത്തെ മക്കളായി തീരുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ജാതികൾ സുവിശേഷത്താൽ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാണ്, വാഗ്ദത്തത്തിൽ പങ്കാളികളാണ്. സത്യത്തിൽ ഈ സുവിശേഷം അറിയിക്കുന്നത് എന്തിന്? സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയും മതപരിവർത്തനമാണ്, ആൾക്കാരെ മാറ്റാനാണ്. ഒരിക്കലുമല്ല. ആളുകളെ കൂട്ടാനായിട്ട് ഒന്നുമല്ല ഇത്. അങ്ങനെ ആരെയും കൂട്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്കൊക്കെ എന്ത് കിട്ടാനാ? പക്ഷേ സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ സുവിശേഷത്താലാണ്. അതെ, രക്ഷ ലഭിക്കുന്നത്, നിത്യജീവൻ അവകാശികളായിത്തീരുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് അവകാശികളായിത്തീരുന്നത്. നമ്മളൊന്നൊക്കെ പണ്ട് ഇതൊന്നും അറിയാത്തവരായി, ആ ദൈവകൃപ അനുഭവിക്കാൻ കഴിയാത്തവരായി, വല്ലാത്ത ബന്ധനങ്ങളിലും ദൈവത്തിന് സ്തോത്രം അനുഭവങ്ങളിലുമൊക്കെ കട്ടപ്പെട്ട് കിടന്നിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ഈ ദൈവരാജ്യത്തിൻ്റെ സന്തോഷവും ഒക്കെ കിട്ടിയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്. ഈ ആത്മീക വെളിപ്പാടുകൾ നമ്മുടെയൊക്കെ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. സന്തോഷത്തോടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് ഏവർക്കും കൃപ നൽകി തരട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഈ 47-ാം സങ്കീർത്തനം ചില സമയങ്ങളിൽ ധ്യാനിക്കുകയുണ്ടായല്ലോ. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ ലഭ്യമാകുന്ന ആത്മീക അനുഗ്രഹങ്ങളെ, ഈ നിത്യതയുടെ സന്തോഷത്തെ അനുഭവിപ്പാൻ അനേകർക്ക് കൃപ നൽകണമേ. ഈ ദിവസങ്ങളിൽ അനേകരുടെ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കണമേ. പിശാച് കുരുടാക്കി വെച്ചിരിക്കുന്ന കണ്ണുകൾ, വിശുദ്ധന്മാരുടെ അവകാശത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം ആത്മീകമായ മന്ദതകളിടുന്ന ഇരുളിൻ്റെ മേഖലകളെ
ദൈവം നീക്കി. ഈ ലോകത്തിൻ്റെ ദൈവം ആമേൻ അനേകരുടെ കണ്ണുകളെ കുരുടാക്കി വച്ചിരിക്കുമ്പോൾ ആ ഒരു സുവിശേഷത്തിൻ്റെ തേജസ് ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തണമേ, പരിവർത്തനം വരുത്തണമേ. സകല ഇരുളുകളെയും അവിടുന്ന് നീക്കണമേ. ഞങ്ങളുടെ മക്കളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. വിവിധ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗികളായിട്ടൊക്കെ ആയിരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ എല്ലാം ജീവിതത്തിൽ സൗഖ്യവും വിടുതലും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകണം. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അപേക്ഷിക്കുന്നു പിതാവേ. ദയ തോന്നി ഉത്തരമരുളണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ദൈവവചന സന്ദേശങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.